നമസ്കാരം. കേരള സർക്കാരിന്റെ കേരള ഗവൺമെന്റിന്റെ 4ാം വാർഷികാഘോഷം 100 കോടി രൂപ പൊടിപൊടിക്കുകയാണ്. അതായത് 10,000 ലക്ഷം രൂപ, 100 കോടി രൂപയാണ് കേരള സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഒന്നൊന്നായി വിളിച്ചു പറയുവാൻ സർക്കാർ ചെലവാക്കുന്നത് ഖജനാവിൽ നിന്നും. കൂടാതെ പാറമട, സ്വർണ്ണക്കടത്ത്, ഫ്ളാറ്റ് തട്ടിപ്പ്, ഉടായ്പകളുടെ എന്നൊക്കെ വേറെ മേടിക്കുമായിരിക്കും. നമുക്കറിയാം, സർക്കാരിലേക്ക് കോടികൾ സംഭാവന ചെയ്യുന്ന മിക്കവാറും, എല്ലാവരെയും അടക്കം പറയുന്നില്ല, സർക്കാരിലേക്കോ സർക്കാർ കാര്യങ്ങൾക്കോ സംഭാവന കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കിക്ക് ബാക്ക്, അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തവർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പാറമട, പലിശക്കാര്, മദ്യ മുതലാളിമാര്, റിയൽ എസ്റ്റേറ്റ് മാഫിയ, ഫ്ളാറ്റ് തട്ടിപ്പ്, അങ്ങനെ സകല ഉടായ്പ, പിന്നെ ഗവൺമെന്റിന് കോൺട്രാക്ട് കൊടുക്കുന്ന കിഫ്ബി, ഊരാളുങ്കൽ സൊസൈറ്റി, ഇവരെല്ലാം കോടികളാണ് സർക്കാരിന്റെ 4ാം വർഷത്തിന്റെ വാർഷികാഘോഷത്തിന് പൈസ മുടക്കുന്നത്. അതിൽ ഏകദേശം 15 കോടി രൂപ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖം കാണിക്കാൻ, മുഖം മിനുക്കാൻ എല്ലാ കവലകളിലും വലിയ പോസ്റ്ററും വെക്കുന്നുണ്ട്. നല്ല കാര്യം. ഒരു 2-3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, ഇത്രയധികം കടമുള്ള ഒരു സംസ്ഥാനം, ലക്ഷം കോടി രൂപ കടമുള്ള സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ധൂർത്തിന്റെ ആവശ്യമുണ്ട്? വികസനം എന്ന് പറഞ്ഞാൽ വെയില് പോലെ, മഴ പോലെ, തണുപ്പ് പോലെ, വെളിച്ചം പോലെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. കേരളത്തിലെ വികസനങ്ങൾ ഇവർ പൊലിപ്പിച്ചു കാണിക്കുമ്പോൾ, ഒന്നാമത്തത് വിഴിഞ്ഞം തുറമുഖം. ഈ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി ബെന്നി ജോസഫും ജനപക്ഷത്തിന്റെ ഏലിയാസ് ജോണും സഞ്ജീവും ക്യാപ്റ്റൻ KCS നായരും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനപക്ഷത്തിന്റെ പ്രവർത്തകർ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി 20-25 കൊല്ലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഈ ഇടതുപക്ഷ സർക്കാർ ഇതിനെതിരായിരുന്നു. ഇത് വന്നാൽ അതിന്റെ മുട്ടയിടൂല, കടൽ അങ്ങനെ പോവും ഇങ്ങനെ പോവും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ജനപക്ഷം ആവശ്യപ്പെട്ട പോലെ, അല്ലെങ്കിൽ ജനപക്ഷം കാണിച്ചു കൊടുത്ത കൊച്ചി എയർപോർട്ടിന്റെ പോലെ മലയാളികളുടെയും കൂടി ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നമ്മുടെ തുറമുഖമാക്കി മാറ്റണമെന്ന് പറഞ്ഞു. അത് അദാനിക്ക് കൊടുത്ത് സംഗതി ഇതായിപ്പോയി. മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു സർക്കാർ. ചീഫ് സെക്രട്ടറി KM എബ്രഹാം, ചീഫ് സെക്രട്ടറി, കാണ്ടമാനം തരികിട പണി ചെയ്തു, കള്ളത്തരം ചെയ്തു, വരവിൽ കഴിഞ്ഞ സ്വത്ത് കണ്ടെത്തി എന്നൊക്കെ കോടതി കണ്ടെത്തിയിട്ടും ഒരു ഉളുപ്പുമില്ല. അതിനൊരു വാർഷികം നടന്നു. സത്യത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുമ്പോൾ, ഇവിടെ നടക്കുന്ന അഴിമതിയും അക്രമവും കഞ്ചാവും മയക്കുമരുന്ന് കാര്യങ്ങളും പറയണമെങ്കിൽ നിങ്ങൾ ദയവായി ആഴ്ചയിൽ ആഘോഷങ്ങൾ നടത്തണം. ഒരു വർഷമൊന്നും ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാ ആഴ്ചയിലും 10 കോടിയോ 50 കോടിയോ വെച്ച് നിങ്ങളുടെ പോസ്റ്ററും വലിയ വലിയ ശീതീകരിച്ച ഷെഡും, അവിടെ വന്ന് ഈ അന്തം കമ്മി ഉടായിപ്പ് സുഡാപ്പികളെല്ലാം ചേർന്ന് വർഗീയവാദികളും കുറെ തട്ടിപ്പ് പുരോഹിതന്മാരും തട്ടിപ്പ് കച്ചവടക്കാരും വരുമ്പോൾ അവർക്ക് വലിയ നെയ്മീനും ഇപ്പൊ KV തോമസ് ഉള്ളതുകൊണ്ട് നല്ല തിരുത കിട്ടും. ഇതൊക്കെ പൊരിച്ചു കൊടുത്ത് ഇവരെ തീറ്റിച്ച് ബാക്കിയുള്ളവരുടെ കാര്യം ഗോവിന്ദ. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. തിരുവനന്തപുരം എയർപോർട്ടിൽ പക്ഷി ഇടിച്ച് വിമാനം അപകടം ഉണ്ടാവാൻ പോണ്. 2 പ്രാവശ്യം ഇടിച്ചു. അത് കത്തിപ്പോവാഞ്ഞതും അത് പൊട്ടിത്തെറിച്ച് 100-300 ഗൾഫിൽ നിന്നോ വിദേശത്തു നിന്നോ വരുന്നവർ മരിക്കാതിരുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായതുകൊണ്ടാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ 2-3 തവണ പക്ഷികളെ ഫ്ലൈറ്റ് ഇടിച്ചു കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണ്? ചവറ് കൃത്യമായി, വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമല്ലാത്തതുകൊണ്ട് എയർപോർട്ടിന്റെ പരിസരത്ത് നിറച്ചും ചവറിട്ടിരിക്കുന്നു. അതുകൊണ്ട് 300-400 പേര് പ്ലെയിനിൽ ചത്തു കഴിയുമ്പോൾ നമുക്ക് 9 മണിക്ക് ഒരു ചർച്ച നടത്താം, അതിനൊരു ആഘോഷം നടത്തണം. പ്രളയ ദുരിതത്തിലാണെങ്കിലും ചൂരൽമട ദുരന്തത്തിലായാലും എന്ത് നാശനഷ്ടം ഇവിടെ നടന്നാലും അതിൽ നിന്ന് കൈയിട്ട് വരുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചില ഉരുളക്കിഴങ്ങ് സൊസൈറ്റിയും ചില തട്ടിക്കൂട്ട് സഹകരണ ബാങ്കൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നൊന്നായി എണ്ണി മുഖ്യമന്ത്രിക്ക് ആഴ്ചയിൽ വാർഷിക ആഘോഷം നടത്താനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം.
കഴിഞ്ഞ ഒരു 10 കൊല്ലം മുമ്പ് ഒരു ദിവസം കേരളത്തിൽ 8 തൊട്ട് 10 പേരായിരുന്നു ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ 27 പേർ ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആഘോഷം വേണ്ടേ നമുക്ക്? എല്ലാവരും ഒന്ന് കൈയടിച്ച് മുഖ്യമന്ത്രിയുടെ പടം വീടിന്റെ മുമ്പിലും കൂടി വെക്കണം. വീടിന്റെ മുമ്പിലും നമ്മൾ വെക്കണം മാലയിട്ട്. കാരണം അദ്ദേഹം ദൈവമാണ്. ഒരു അഴിമതിയും നടക്കാത്ത, ഒരു കൈക്കൂലിയും മേടിക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ വിഴിഞ്ഞം തുറമുഖം നമുക്കതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. രാജ്യത്തിന് ഗുണം വരും, പക്ഷെ അത് പതുക്കെ വരുള്ളൂ. ഇപ്പോൾ അദാനിയും വേണ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും അതിന്റെ ഉദ്യോഗസ്ഥരും വാഴ്ത്തുപാട്ട് പാടുന്ന IAS ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതുകൊണ്ട് ഗുണമുണ്ടാവും. ഇപ്പൊ ഏത് IAS ഉദ്യോഗസ്ഥര് രാഷ്ട്രീയക്കാർക്ക് വാഴ്ത്തുപാട്ട് എഴുതുന്ന ഒരു കാലഘട്ടം. ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്കറിയാം. നമ്മൾ പോട്ടന്മാരാണല്ലോ. മലയാളിക്ക് സംസ്കാരവും സാക്ഷരതയും ഉണ്ടെന്ന് പറഞ്ഞാലും വായ പൊത്തി ഏമാനെ ഏമാനെ എന്ന് പറയുകയും കൈക്കൂലിയും കമ്മീഷനും കൊടുത്ത് കുറെ കിങ്കിടിമാരുണ്ട്. ഈ മന്ത്രിമാരെയൊക്കെ കാല് നക്കി പുറകെ കൂടി അതിനെന്താ ശിൽബന്ദികൾ അല്ലെങ്കിൽ ബ്രോക്കർമാർ, അവർക്ക് വേണം. അപ്പൊ 27 പേര് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കൊലയും 3093 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഈ വാർഷികമൊക്കെ ഒന്ന് ആഘോഷിക്കുമ്പോൾ അതും കൂടി ആലോചിക്കണം. നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 7 വർഷം കൊണ്ട് 3000 ചില്ലാനം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ അറിയാലോ, ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും വന്ന ഒരു സംസ്ഥാനം. ആഘോഷിക്കണം. വെടിക്കെട്ട് വേണം. കതിനെയും വലിയ ഡൈനാമേറ്റും വെച്ച് പൊട്ടിച്ച് 10 ആനപ്പുറത്ത് എഴുന്നള്ളിക്കണം നമ്മുടെ മുഖ്യമന്ത്രിനെ. കാരണം അദ്ദേഹം പറഞ്ഞ പിന്നെ ഇവിടെ ബാക്കിയുള്ളവർക്ക് തിരുവായില്ലല്ലോ, ദൈവമല്ലേ. ദൈവവും ക്യാപ്റ്റനും ഇരട്ടച്ചങ്കനും അങ്ങനെ പലതുമാണ്. സമ്മതിച്ചേ. അപ്പൊ മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രം 15 കോടി രൂപ മുടക്കുമ്പോൾ, അതായത് 1500 ലക്ഷം രൂപ പടം വെക്കാൻ വേണ്ടി നമ്മളെ പടമാക്കുമ്പോൾ, നമ്മുടെ ഖജനാവ് വെറും പടം മാത്രം, നോട്ടിന്റെ പടം മാത്രം അവിടെ 10 പൈസ ഇല്ലാണ്ടിരിക്കുമ്പോൾ, ആശാ വർക്കർമാർക്ക് 300 രൂപക്ക് ഒരു ദിവസം ജീവിച്ചോളാൻ പറയുന്ന മുഖ്യമന്ത്രി ആഘോഷിക്കണം. ആഴ്ചയിൽ ആഘോഷിക്കണം. അർദ്ധ വർഷം 6 മാസം കൂടുമ്പോൾ, 3 മാസം കൂടുമ്പോൾ, 9 മാസം കൂടുമ്പോൾ, 10 മാസം പ്രസവിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ആഘോഷിക്കണം. ആഘോഷത്തിന് ഒരു കുറവും വരരുത്. കരണ്ടിന്റെ കാശ് ഏറ്റവും കൂടുതൽ കേരളം, വെള്ളത്തിന്റെ നികുതി, വീടിന്റെ നികുതി, സകല കർഷകരുടെ നികുതി, എല്ലാ നികുതിയും, പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി പോലും കേരള ഗവൺമെന്റ് കൂടുതലാണ് മേടിക്കുന്നത്. നമ്മുടെ വയനാടിന് തൊട്ടപ്പുറം പോയ 5 രൂപ ഡീസലിന് കുറവാണ്. 5 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നാണമില്ലാത്ത ഒരു ജനങ്ങളുള്ളത് കൊണ്ടും വായ തുറക്കാത്ത, പേടിച്ച് നാവ് പുറത്തിറക്കാത്ത അടിമകളുള്ളത് കൊണ്ടുമാണ് ഇത്തരം മന്ത്രിമാർ നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കഞ്ചാവ്, ആത്മഹത്യ, വിഴിഞ്ഞം തുറമുഖം. തിരുവനന്തപുരം എയർപോർട്ട് എത്ര രൂപ കൊടുത്താലും അദാനിയുടെ കൊടുക്കൂല, മേടിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവര് ബായ് ആയി. തിരുവനന്തപുരം എയർപോർട്ട് ആരുടെ കയ്യില? വിഴിഞ്ഞം തുറമുഖം ജനപക്ഷം പലതവണ പറഞ്ഞു, മലയാളികളുടെ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അത്രയും കോടികൾ നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും മലയാളികളുടെ പൈസ മാത്രം മതി അദാനിക്ക് പൈസ കൊടുത്തിട്ട് വിഴിഞ്ഞം തുറമുഖം നമ്മുടെ ആക്കാൻ. ഇത്രയും ലാഭമുള്ള ഒരു പ്രോജക്റ്റ്. പക്ഷെ ലാഭം കൊണ്ടുപോകുന്നത് ആരാണ്? അദാനിയാണ്. ഇനി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിട്ടുണ്ടോ? തുറമുഖത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, അവിടെ ഇപ്പോഴും ഫീഡർ വെസൽ വന്ന് കൊണ്ടുപോകണതല്ലാണ്ട് അതിനുവേണ്ട റെയിലും റോഡും ഒന്നും ആയിട്ടില്ല. 20-25 കൊല്ലമാണ് ഞങ്ങൾ പ്രവർത്തിച്ച. ഇനി ഒരു 25 കൊല്ലവും കൂടി കഴിഞ്ഞാലും ഈ പോർട്ട് ഫുൾ ഫ്ലെഡ്ജ് ആക്കാൻ രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ല. കാരണം ദുബായും സിംഗപ്പൂരും സിലോണും മലേഷ്യക്കൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവന്മാർ ഇതിൽ നിന്ന് കമ്മീഷൻ മേടിക്കും. ഇത്രയധികം ശിവശങ്കരൻ, പുള്ളിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അകത്തുപോയി. ഒരു ആഘോഷം വേണ്ടതല്ലേ. പിന്നെ മകൾ ഒരു കമ്പനിയിൽ നിന്ന് പൈസ മേടിച്ചു, 2,72,00,000 രൂപ മേടിച്ച്, സേവനമൊന്നും കൊടുത്തില്ല, അത് പിന്നെ കൊടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അത് വാർഷികാഘോഷത്തിന്റെ നേട്ടമല്ലേ. അതുമല്ല, ഇപ്പോൾ നമ്മൾക്ക് കൈക്കൂലിയോ കട്ടത്തുകയോ GST അടിച്ചാൽ മതി എന്ന് പറയുന്നത് വെരി ഗുഡ്. സിവിൽ സപ്ലൈസിൽ ഏറ്റവും കൂടുതൽ വില കൂട്ടി വയ്ക്കുന്ന മദ്യം എല്ലാം നഷ്ടമാണ്. കർഷകരുടെ നെല്ല് കത്തിച്ചു കളയുന്നു. വന്യമൃഗങ്ങൾ നമ്മളെ കയറി ആക്രമിക്കുന്നു. എന്താണ് ഇവർക്ക് നല്ലത് പറയാനുള്ള? കുറെ മുതലാളിമാർക്ക് മാമാപ്പണി ചെയ്തു കൊടുത്ത് ഇവിടെ കുറെ ഫാക്ടറി കൊണ്ടുവന്ന് കുറെ പൂട്ടിക്കുകയും ഇതിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്നതാണ് നിങ്ങൾ പറയാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് നിങ്ങൾ പറയാൻ പോണത്. അപ്പൊ അതൊന്നും അല്ല.
ഈ ആഘോഷത്തിന്റെ മറവിൽ 100 കോടിയുടെ ആഘോഷം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം. അതിൽ 50 കോടി പൊട്ടടിക്കാനും അധിക ചെലവുകൾ എഴുതി പരസ്യം എന്തിന് റേഡിയോയിലും മാധ്യമങ്ങളിലും TV ചാനലിലും പത്രങ്ങളിൽ കൊടുക്കുന്ന പരസ്യത്തിൽ പോലും കമ്മീഷൻ കിക്ക് ബാക്കുകളുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയുടെ വാർഷിക ആഘോഷം എല്ലാ ആഴ്ചയിലോ എല്ലാ മാസത്തിലോ നിങ്ങൾ നടത്തണം. ഏതായാലും കേരളം കുട്ടിച്ചോറായി. വിദ്യാർത്ഥികളും ചെറുപ്പക്കാരി യുവാക്കളെല്ലാം നാടുവിട്ടുപോയി. പരീക്ഷ എഴുതിയ പരീക്ഷ പേപ്പർ കാണാണ്ട് പോണ്. SFIയും KSU ഒക്കെ തമ്മി തല്ലിച്ചാവുന്നു. കോളേജ് ക്യാമ്പസുകളിൽ കഞ്ചാവും മയക്കുമരുന്നും. കുട്ടികളെല്ലാം നാടുവിട്ടു പോകുന്നു. റേഷൻ കടയിൽ സാധനമില്ല. ആൾക്കാരെല്ലാം തരാം. അത് കാശുള്ളവന് കാശ് ശരിക്കും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ഭരണകക്ഷിയുടെ MLA PV അൻവർ പറഞ്ഞു DGPമാർ കള്ളന്മാരാണ്, P ശശി കള്ളന്മാരാണ്, അവിടെ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന്. എന്തേ PV അൻവറിനെതിരെ കേസെടുക്കാത്തത്? വലിയ ഇരട്ടച്ചങ്കും ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഒരാളല്ലേ. ഒറ്റ ചോദ്യം, നിങ്ങളുടെ ഭരണകക്ഷിയിലെ PV അൻവർ MLA, അജിത് കുമാർ IPS ഇപ്പോ പ്രധാനമന്ത്രിയുടെ അവാർഡൊക്കെ മേടിക്കാൻ പോകുന്ന അവാർഡ് ഇപ്പൊ എല്ലാവർക്കും കിട്ടണ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇത് കിട്ടാണ്ടിരിക്കണതാണ് നല്ലത്. മനസ്സിലാവണ്ട? അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ കാണിക്കുന്ന ഈ മാമാങ്കം, ഈ ധൂർത്ത്, ഇതെല്ലാം നമ്മുടെ ഖജനാവിൽ നിന്ന് പോകുന്ന പൈസയാണ്. ഇതിന് ജനം അടുത്ത പ്രാവശ്യവും ഇവരെ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അന്നാലേ ഈ നാട് കുട്ടിച്ചോറാവുള്ളൂ. ഇപ്പൊ ചീഫ് സെക്രട്ടറിയുടെ പറഞ്ഞു, അപ്പൊ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ അഴിമതി പറഞ്ഞു, ജേക്കബ് തോമസിനെ പൂട്ടിയത് പറഞ്ഞു, വിജിലൻസിലും എല്ലായിടത്തും നടക്കുന്ന അട്ടിമറി പറഞ്ഞു, അജിത് കുമാർ IPS P വിജയൻ എന്ന് പറഞ്ഞ നല്ലൊരു ഓഫീസർക്കെതിരെ ഒരു കേസ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു അടിമത്ത മനോഭാവത്തിൽ കൊറിയയിലെ രാജാവിനെക്കാട്ടിലും വലിയ രാജാവായാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ ഭരിക്കുന്ന. അനുഭവിച്ചു. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. മലയാളി ഇനിയും അനുഭവിക്കും. വികസനങ്ങൾ കാണിക്കാൻ ഇത്രയൊന്നും മാമാങ്കം നടത്തേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും ചാനലിൽ 1 മണിക്കൂർ ചർച്ചയുണ്ട്. പിന്നെ നടന്ന് നിങ്ങൾ ഈ അടുത്ത പ്രാവശ്യവും കൂടി വോട്ട് പിടിക്കാൻ മലയാളി മണ്ടനാണെങ്കിൽ, മലയാളി പൊട്ടനും കഴുതയാണെങ്കിൽ, മലയാളി തലമുറയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, മലയാളിക്ക് അഴിമതി ഇഷ്ടമാണ്, കട്ടുപൊട്ടിച്ച് ജീവിച്ചാൽ മതി എങ്കിൽ ഇവർക്ക് തന്നെ വോട്ട് കൊടുക്കണം. അടുത്ത പ്രാവശ്യം ഇവരെ തന്നെ ജയിപ്പിക്കണം. ആശുപത്രിയിൽ മരുന്നില്ല, അവയവ കച്ചവടം നടക്കണം. എന്നിട്ട് ഇവർ എന്ത് നേട്ടോട് വിളിച്ചു പറയണമെന്ന് എനിക്കറിയില്ല. നല്ല റോഡുകൾ വന്നു, കേന്ദ്രത്തിൽ നിന്നും കൂടി പൈസ വന്നിട്ടാ. പിന്നെ കേന്ദ്രം പൈസ കൊടുക്കണില്ല. കൊടുത്ത പൈസ പുട്ടടിച്ചിട്ട് അതിന്റെ കണക്ക് CAG റിപ്പോർട്ട് കൊടുത്തിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ CBI അന്വേഷണത്തെ പോലും വലിയ വലിയ വക്കീലുമാരെ കൊണ്ടൊന്ന് എല്ലാം ഇല്ലാണ്ടാക്കുക. അപ്പൊ ഇവിടെ നല്ലൊരു ഉറപ്പുണ്ട്. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ട്. നിയമവാഴ്ച പോയൊരു നാടായതുകൊണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും വിലപിടിപ്പുള്ള ഒരു വക്കീലിനെ വെച്ചാൽ നമുക്ക് ജയിച്ചോ. കേരളത്തില് 160ഓളം വക്കീലുമാർക്ക് ശമ്പളം കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെയും കേരള സംസ്ഥാനത്തിന്റെയും മോളുടെയൊക്കെ കേസ് നടത്താൻ ഇവര് വിവരവും അറിവുമുള്ള ഗോസായിമാരെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് എന്തിനാണ്? അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കും. വാർഷികാഘോഷം പൊടിപൊടിക്കട്ടെ. ഞാനും മുഖ്യമന്ത്രിയുടെ ദീർഘായുസിനും അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും എല്ലാം വേണ്ടി ഒരു 2000 കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാനും തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലും ഉച്ചക്കഞ്ഞി ഇല്ലാതെ, ആശാ വർക്കർമാർക്ക് പൈസ കൊടുക്കാതെ, നിരവധി ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ള ഈ സമയത്തും ഇദ്ദേഹം ഇങ്ങനെ ഒരു വാർഷികാഘോഷം നടത്തുമ്പോൾ നമുക്കും അതിൽ പങ്കുചേരണ്ടേ. ജനപക്ഷം ബെന്നി ജോസഫിന്റെ വക 2000 അനാഥ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പൊ ഞാൻ 2000 അനാഥ പിള്ളേര് ജനസേവ ശിശുഭവൻ പോലെ മറ്റ് വിവിധ സ്ഥലത്തുള്ള ഈ അനാഥാലയങ്ങളിലെ കൊച്ചുങ്ങൾക്ക് കഞ്ഞി കൊടുത്തിട്ട് അവരോട് പറയും, നന്മയുള്ളവരുണ്ടാവാൻ പ്രാർത്ഥിക്കുക, നന്മ ചെയ്യുന്നവരും സത്യവാനും ദീർഘായുസ് കൊടുക്കുക. അതേ സ്ഥാനത്ത് അഴിമതിയും കൈക്കൂലിയും കമ്മീഷനൊക്കെ മേടിക്കുന്നവർക്ക് സർവനാശം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കുഞ്ഞുമക്കൾക്ക് കഞ്ഞി മേടിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെയെങ്കിലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പ്രാർത്ഥനയും പ്രാക്കും ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു നാളേക്കായി വായ തുറന്ന് ആരാണെങ്കിലും ബഹുമാനത്തോടുകൂടി
ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. അത് നിങ്ങൾക്കാകണം. ബായ്.